കേരളം ഒരു പുതിയ മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിരീക്ഷകർ ഉന്നത നേതാക്കന്മാരെയും എം എൽ എമാരെയും ഒക്കെ തനിച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട മുറിക്കുള്ളിൽ എന്ത് നടക്കുന്നു നമ്മൾ അറിയുന്നില്ല. ഇനി അത് ഹൈക്കമാൻഡിലേക്ക് പോവും. ഡൽഹിയിലൊരു അടച്ചിട്ട മുറിയിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്നിട്ട് അവർ പേര് അനൗൺസ് ചെയ്യും. അപ്പം നമ്മൾ സാധാരണക്കാരത് കേൾക്കും. നമ്മൾ സാധാരണക്കാർക്ക് അടച്ചിട്ട മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് അറിയത്തില്ല. പിന്നെ പത്രക്കാർ സ്പെക്കുലേഷൻസ് നടത്തി പല നമ്മോട് പറയും. പക്ഷെ സാധാരണക്കാരന് ഈ ഹൈക്കമാൻഡിൻ്റെ അടച്ചിട്ട മുറിക്കുള്ളിൽ സ്ഥലമില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ ഗോസ്പലിൽ ലോകത്തെ ഏറ്റവും വലിയ ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡ് മുറിയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനുണ്ടെന്നാണ് ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. ഫ്രണ്ട്സ്, ദ ഗാഡ് ഹു കോൾസ് us ഫ്രണ്ട്സ്. നമ്മളെ കൂട്ടുകാരാന്ന് വിളിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ടേബിളിലിരുന്ന് ഈശോ നമ്മോട് പറയുന്നത്, എൻ്റെ അപ്പൻ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയൊരു രഹസ്യമില്ല, ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ട്രിനിറ്റി നമ്മോടൊന്നും ഒളിപ്പിച്ചു വയ്ക്കുന്നില്ല, കാരണം നമ്മൾ ഫ്രണ്ട്സാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കേ. ഒരു സെലിബ്രിറ്റി അപ്രതീക്ഷിതമായിട്ട് എന്നെ കാണുന്നു, എന്നോട് സംസാരിക്കുന്നു, 15 മിനിറ്റോളം എന്നോട് സംസാരിക്കുന്നു, എൻ്റെ വീട്ടുകാരും ചോദിക്കുന്നു, പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നു, സെൽഫി എടുക്കുന്നു. അതിനുശേഷം ഞാൻ ആ ഫോട്ടോ എടുത്ത് എൻ്റെ സ്റ്റേറ്റസ് ആക്കും. ഞാൻ എത്ര പേരുടെ ഓടി നടന്ന് പറയും ഇയാൾ എന്നോട് സംസാരിച്ചെന്ന്. അങ്ങനെയെങ്കിൽ എന്നെ കൂട്ടുകാരനെന്ന് വിളിക്കുന്ന എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ എത്ര പേരോട് സംസാരിക്കുന്നുണ്ട്? ഈശോ എൻ്റെ സ്റ്റേറ്റസ് ആവുന്നുണ്ടോ?